യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. നമസ്കാരം. സനാതനധർമ്മ സംഹിതയിലെ ചാനലുകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം അടുത്ത 17-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ധ്യാനയോഗമാണ് അധ്യായത്തിലത്തെ വിഷയം. ആത്മസംയമ യോഗം എന്നും പറയും. രണ്ടും തന്നെ ധ്യാനം തന്നെ. അതിൽ കൂടെ ആത്മസംയമം അതിൻ്റെ പരമലക്ഷ്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മസംയമനമാണ്. അപ്പം അങ്ങനെ പേരിട്ടാലും ഒന്നെ കാര്യം. ഇതിപ്പോൾ മണിക്കൂർ കണക്കിന് പറയാൻ ഉള്ള വിഷയമാണ്. എല്ലാ വിഷയവും അങ്ങനെ തന്നെ ഓരോ സമയത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞ് തീർത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമല്ലോ. മണിക്കൂർ കണക്കിന് മാത്രമല്ലല്ലോ, നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ അത്രയും വലിയ വിഷയമാണ്. ഒരധ്യായം മുഴുവൻ ഭഗവാൻ എത്രയോ ശ്ലോകം കൊണ്ടാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ധ്യാനയോഗം 47 ശ്ലോകമുണ്ട്. അപ്പം അതിനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊള്ളിക്ക വിധത്തിലുള്ള ഒരു ശ്ലോകം തിരഞ്ഞെടുത്തു എന്ന് മാത്രം. ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത് ധ്യാനയോഗം അല്ലെങ്കിൽ ധ്യാനമാർഗം ആത്മീയ പുരോഗതിയുടെ പല മാർഗങ്ങളിൽ ഒന്നാണ്. എല്ലാ മാർഗങ്ങളും എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. യോഗ തന്നെ ചില ശരീരപ്രകൃതക്കാർക്ക് പറ്റില്ല. ഇപ്പോൾ ആസ്മ മുതലായിട്ടുള്ള രോഗമുള്ളവർക്ക് ശ്വാസ നിയന്ത്രണം പ്രയാസമാണ്. എല്ലാ കൈകാലുകളുടെ നീളവും അത്രയ്ക്കില്ലാത്തവർക്ക് ചില യോഗ പോസ് പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ പരിമിതികളുണ്ട്. പക്ഷേ അത് സാധിക്കുന്നവർക്ക് യോഗം വളരെ ഉത്തമവുമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ യോഗം ശീലിച്ചോളണം, ധ്യാനം ശീലിച്ചോളണം എന്ന് നിർബന്ധിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അവർക്കാണ് ഭക്തിയോഗം. അത് സാധിക്കുന്നവർ യോഗം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വിസ്തരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു. അത് വേറൊന്നുമല്ല, ഒറ്റ ശ്ലോകത്തിൽ പട്ടേരിപ്പട ആനീല കൃഷ്ണകേശം ജ്വലിതമകരസത് കുണ്ടലം മന്ദഹാസെന്താർദ്രം കൗസ്തുഭ ശ്രീവരിഗത വനമാലാഭിഹാരോഭിരാമം എന്ന് പറഞ്ഞു. അതിൽ നേരത്തെ ഒരു 4 മണി എങ്കിലും നേരത്തെ പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പാണ് യോഗ അനുഷ്ഠിക്കേണ്ടത്. അഷ്ടാംഗയോഗത്തിൽ ദിനചര്യയിലും ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേത് എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസത്തിൽ രാവിലെ സൂര്യോദയത്തിന് മുമ്പേ സൂര്യോദയം വരെയുള്ള ആ ഒരു സമയം ഒരിക്കലും നമുക്ക് പിന്നീട് കിട്ടില്ല. ഒരിക്കലും. ആ 24 മണിക്കൂറിൽ അപ്പോഴുള്ള നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും ഉള്ള സുഖകരമായ അവസ്ഥ മറ്റൊരു മണിക്കൂറിലും ഈ 24 മണിക്കൂറിൽ ഇല്ല എന്നത് ഇന്നത്തെ എത്ര തലമുറക്കാർക്ക് അറിയാം? നിർഭാഗ്യവശാൽ പലർക്കും അതറിയില്ല. അറിയുമെങ്കിലും അവർ വഴുകി നീക്കില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളത്, ആ സമയത്തെ വായു മലിനീകരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ശുദ്ധവായു ശ്വസിക്കുക, ശുദ്ധവായു ഉൾക്കൊള്ളുക. ആ സമയം ഏകാഗ്രതയ്ക്ക് പറ്റിയതാണെന്നാണ്, മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക്. അപ്പോൾ ശുഭപ്രതീക്ഷകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് ഒരു ദിവസം കൂടെ ആരംഭിക്കുക. അത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിൽ അശുഭങ്ങൾ കയറില്ല എന്നാണ്. ശുഭം കൊണ്ട് നിറച്ചാൽ പിന്നെ എവിടേക്കാണ് ശുഭം കയറുക? സ്ഥലം വേണ്ടേ? അപ്പോൾ ആ ഒരു സമയം എഴുന്നേറ്റുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ താമരയാക്കിയിട്ട് സങ്കല്പിക്കുക. തല കീഴായ ഒരു താമരമുട്ട്. മനോഹരമായിട്ടുള്ള സങ്കല്പങ്ങളാണ്. ഇത് താമദാനം ഓങ്കാരം കൊണ്ടും പ്രണവജപം കൊണ്ടും മന്ത്രം കൊണ്ടും അതിനെ ഊർധ്വാംഗം ഭാവയിത്വ മേപ്പട്ട് ആക്കിയിട്ട് ഭാവിക്കുക. ഭാവിക്കലാണ് കേട്ടോ. ഹൃദയത്തിനെ ആരും പിടിച്ച് മേപ്പെട്ടാക്കാൻ പറ്റില്ലല്ലോ. അത് സാവധാനം വിടർത്തുക.
ഓങ്കാരം കൊണ്ടും മന്ത്രജപം കൊണ്ടും കൂടിയ എതളുകളെ വിടർത്തി അതിനകത്ത് സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവയെ ഭാവിക്കുക. തമോ ഗുണം പോവാനായിക്കൊണ്ട് സൂര്യൻ, ചൂട് വല്ലാതെ തോന്നും, പ്രത്യേകിച്ച് നമുക്ക് വേനൽക്കാലത്തൊക്കെ ഉഷ്ണമേഖലാ രാജ്യമല്ലേ, അത് കുറയാൻ വേണ്ടിയിട്ട് ചന്ദ്രൻ ശീതളത്തിൻ്റെ ഒരു പ്രതീകമാണ്. ശുദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് അഗ്നി, ആ അഗ്നിയെയും ധ്യാനിച്ചതിൻ്റെ നടുവിൽ ഭഗവാൻ പറയാണ് മനോഹരമായിട്ടുള്ള ആ രൂപം ധ്യാനിക്കണം എന്ന് കപിലോപദേശത്തിലൊക്കെ പറയുന്നു. ഭഗവാൻ തന്നെയാണ് പറയണത്. ശംഖചക്ര ഗദാപത്മാദികൾ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി ചുവന്ന താമരപ്പൂവിൻ്റെ ഇതൾ പോലെ ഉള്ള പാദാരവിന്ദം മുതൽ എന്നാണ് അവിടെ ഞങ്ങളുടെ വേണ്ടത്. പാദാരവിന്ദം ധ്യാനിച്ച് ശിലമ്പുകളോട് കൂടിയ പുറവടി മഞ്ഞപ്പെട്ട് വളരെ ഒട്ടിയ ആ വയറ്, ശംഖചക്രം, ഗദ, താമരപ്പൂവ്, മനമാല, ഒരു തുളസി, തെച്ചി, മന്ദാരപ്പൂവ് മുതലായിട്ടൊക്കെയുള്ള സാത്വിക പുഷ്പങ്ങളെ കൊണ്ട് കെട്ടിയ വനമാല, മനോഹരമായി സമൃദ്ധമായ മുടി, 2 കണ്ണ്, മൂക്ക്, മനോഹരമായിട്ടുള്ള തൊണ്ടിപ്പഴത്തിനൊപ്പം തിളങ്ങുന്ന ചുണ്ടുകൾ, 2 കാതിലണിഞ്ഞ മകരകുണ്ടല സെന്താർദ്രം മന്ദഹാസ സെന്താർദ്രം കൗസ്തുഭശ്രീ പരിഗത വനമാലാഭി ആരോപിരാമം. അല്ല, കൗസ്തുഭ തിളങ്ങണ വില അമൂല്യമായിട്ടുള്ള രത്നം ധരിച്ചിട്ടുള്ള മാറിടം, കിരീടം. അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ധ്യാനം പാദാദികേശവും കേശാദിപാദവും മേപ്പെട്ടെന്ന് കീഴ്പ്പെട്ടും മേപ്പെട്ടും ഓരോ അവയവങ്ങളായിട്ട് ധ്യാനിക്കലാണ് ശരിക്കും ധ്യാനയോഗം. ഈ സ്വരൂപം ഗീതയിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ. ഗീതയിൽ ആ സ്വരൂപം പറഞ്ഞിട്ടില്ല. സ്വരൂപം നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഇഷ്ടദേവതയുടെ ദേവിയോ ശിവനോ ആരാച്ച ആവാമെന്നും പറഞ്ഞിട്ട് വിട്ടു തന്നിരിക്കുകയാണ്. ഇത് ഭാഗവത്തിലെ ഈ ധ്യാനയോഗമാണ് ഇപ്പോൾ പറഞ്ഞത്. ഏത് രൂപം വേണമെങ്കിലും നമുക്ക് കൈക്കൊള്ളാം. രൂപമില്ലാത്ത ഈശ്വരനെ പറ്റുമെങ്കിൽ അങ്ങനെയും കാണാം. പക്ഷെ വളരെ പ്രയാസമാണത്. അതുകൊണ്ടാണ് രൂപത്തെ പറയുന്നത്. ഇന്ന രൂപം തന്നെ വേണം എന്ന് ഒരു നിഷ്കർഷയും ഇല്ല. ഇങ്ങനെ നമ്മൾ ഉപാസിക്കുന്ന ദേവൻ്റെ നാമം ചൊല്ലിയാൽ നല്ലതാണ്. ഓരോ ഭാഗം ധ്യാനിക്കുന്നതിനോടൊപ്പം ഒന്നുമോ നാരായണായെന്നോ ഒന്നുമോ ഭഗവതേ വാസുദേവായെന്നോ ഏതെങ്കിലും ഒരു നാമം ഉപാസിച്ചാൽ ഉറക്കം വരില്ല. മാത്രമല്ല ഇതിലൊരു നിഷ്ഠ കിട്ടും. പാദത്തെ ഉദ്ദേശിച്ചൊരു 108 നാമം, പുറവടിയെ ഉദ്ദേശിച്ചിട്ടൊരു 108 നാമം, ഇങ്ങനെ ഒരു കണക്ക് വെച്ച് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടി അതിലൊരു ദൃഢത കിട്ടുന്നതാണ്. അപ്പോൾ ഐശ്വര്യസിദ്ധി, ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ശക്തി കൂടുന്നതാണ്. കാഴ്ചശക്തി കൂടാനും ശ്രവണശക്തി നിലനിൽക്കാനും ദഹനേന്ദ്രിയങ്ങൾ ശരിക്ക് പ്രവർത്തിച്ച് വിശപ്പുണ്ടാവാനും, ഉണ്ടാവില്ലെങ്കിലും ബുദ്ധിമുട്ട്, ഇതൊക്കെ ശരിയാവാൻ ശ്വാസമടക്കം നിയന്ത്രിക്കപ്പെടും എന്നാണ് പറയണത്. അപ്പം ഇത് മാനസിക ശാരീരിക ആരോഗ്യത്തിന് വളരെ വേണ്ടൊരു സംഭവമാണ്. മെഡിറ്റേഷൻ എന്ന ധ്യാനത്തിലെ യോഗയിലും പറയുന്നു. അപ്പോൾ ഇത് കൊണ്ട് നമുക്ക് അഷ്ടൈശ്വര്യ സിദ്ധി അടക്കം ഉണ്ടാവും. ദൂരെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് കാണാനും ദൂരെ നടക്കുന്ന ശബ്ദങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കാനും ഉള്ള സിദ്ധിയൊക്കെ കുറച്ച് ഉയർന്ന നിലയിലുള്ള സിദ്ധിയാണ്. ധ്യാനം കുറച്ച് ശീലിച്ചാലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. കുറേ ശീലിച്ച് പുരോഗമന ഘട്ടത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന സിദ്ധിയാണ് ഇത്. സാധാരണക്കാർക്ക് ഇപ്പോൾ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? അതല്ല, അങ്ങനെ വിചാരിച്ചുകൂടാ. ഈ ആത്മീയങ്ങളൊക്കെ തന്നെ നമ്മൾ 1 ഡിഗ്രി കൂടിയേച്ചാൽ അതിൻ്റെ ഗുണമുണ്ടാവും. 10 ഡിഗ്രി കൂടിയാൽ 10 ഡിഗ്രിയുടെ ഗുണമുണ്ടാവും. 100 ഡിഗ്രി കൂടിയാൽ 100 ഡിഗ്രിയുടെ ഗുണമുണ്ടാവും. ഒരിക്കലും ഗുണമില്ലാണ്ടല്ല. അപ്പോൾ നമുക്ക് ലേശേ കിട്ടുള്ളൂ വെച്ചാൽ എന്തിനു കളയണം? ഒന്നുറപ്പാണ്, നഹി കല്യാണ കച്ചി ദുർഗതിൻ ദാത ഗച്ഛതി. ഇപ്പോൾ ഉറപ്പെട്ട അവൻ അധപ്പതനല്ല അർജുന, അത് നീ മനസ്സിലായിക്കോ. കാല് മുന്നോട്ട് വെച്ചാൽ പിന്നെ നമ്മുടെ ഗതി മുന്നോട്ട് തന്നെയാണ്, ഉയരത്തിലേക്ക് തന്നെയാണ്. കയറിയ പടി പിന്നീട് കയറേണ്ടി വരില്ല, അതിന് അപ്പുറത്തേക്ക് കയറണ്ടു. ഇത് ഉറപ്പാണ്. അപ്പം എന്തിനു നമ്മൾ വേണ്ടാന്ന് വയ്ക്കണം? അപകടമില്ലല്ലോ, റിസ്ക് ഇല്ല, പിന്നാക്കം പോവില്ല. മെല്ലെ മെല്ലെ തന്നെ അല്ലേ കയറാൻ പറ്റൂ, ചെറുതായിട്ട് തന്നെ അല്ലേ വലുതാവാൻ പറ്റൂ. പെട്ടെന്നായിട്ട് ചിരസ്ഥിതി വേണം, കിട്ടില്ല. എന്നാൽ പിന്നെ എന്തിനാ അത്? അങ്ങനെ വിചാരിക്കണ്ട, തുടങ്ങണ്ടേ, തുടങ്ങിയാലല്ലേ മുന്നോട്ട് കയറും. അപ്പോൾ എത്ര കിട്ടും അത് വെച്ച് തുടങ്ങുക. ഈ ഒരു മനോഭാവമാണ് ഒരു യോഗിയുടെ ആരംഭഘട്ടത്തിൽ. യോഗി എന്നൊന്നും അപ്പം അവനെ പറയാൻ പറ്റില്ല. അത് മനുഷ്യന്, യോഗ ആഗ്രഹിക്കണ മനുഷ്യൻ എന്ന് പറയാം. ആദ്യം വേണ്ടത് തുടങ്ങണം.
ഉറപ്പ്. അതങ്ങോട്ട് ഉറപ്പിക്കുക. അങ്ങനെ അവരെ ഇങ്ങനെ സാധിക്കുമോ അങ്ങനെ ഈശ്വരധ്യാനം ചെയ്താൽ നമുക്ക് കുറച്ച് വിഷമം ഉണ്ടാവാണ്ടിരുന്നൂടെ, അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാണ്ടിരുന്നൂടെ, രോഗമില്ലാണ്ടിരുന്നൂടെ? പോരെ, വലിയ കാര്യമില്ലേ? രോഗമില്ലാത്തൊരു ശരീരം കിട്ടിയ അവനെ പോലെ ഭാഗ്യവാൻ ആരുമില്ല എന്ന് പറയണത്. കാരണം സമ്പന്നനായ രോഗിയേക്കാൾ ദരിദ്രനായ ആരോഗ്യവാനാണ് ഭാഗ്യവാൻ എന്ന് ബൈബിളിലും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണിയെടുത്തിട്ട് ജീവിക്കാം, സുഖമായിട്ട് കിടന്നുറങ്ങാം. പൈസ ധാരാളമുള്ളവന് ഉറക്കം ശരിയാവും, ഉറങ്ങാൻ പറ്റുമോ? വേദന സഹിക്കാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പണിയെടുക്കാൻ പറ്റുമോ? പൈസ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ കാര്യവും ഉണ്ടാവും. അതുകൊണ്ട് ഒരു നിമിഷം പോലും അവന് സ്വൈര്യം ഉണ്ടാവില്ല. അപ്പം നല്ല ആരോഗ്യം ഉണ്ടാവുക. മാനസികമായിട്ടും വേണം, അത് ശാരീരികമായിട്ടും വേണം. ശരീരത്തിന് മാത്രം ആരോഗ്യം ഉണ്ടായാൽ പോരാ. മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു നല്ല ആരോഗ്യപരമായ മനസ്സുള്ളവർക്കേ ആരോഗ്യപരമായ ശരീരം കൊണ്ട് കാര്യമുള്ളൂ. മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എത്രയും അസ്ഥിരമാണെന്ന് വിചാരിക്കുക. വേണ്ട പോലെ അല്ല അതിൻ്റെ പ്രവർത്തനം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടാവും. പറയേണ്ട ആവശ്യമില്ല. വേണ്ട പോലെ ചിന്തിക്കാനും വേണ്ട പോലെ പ്രവർത്തിക്കാനും വേണ്ട പോലെ പറയാനും ഒന്നും സാധിക്കാത്ത ഒരു, ഇംഗ്ലീഷിൽ പറയുമ്പോൾ അൺസ്റ്റഡി മൈൻഡ് എന്ന് പറയാം. വേഗം ഔട്ടച്ചിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഉപയോഗിക്കണത് ഇഷ്ടമുണ്ടായിട്ടല്ല. അങ്ങനെ ഒരു മൈൻഡ്, ഒരു മനസ്സുള്ള ഒരാൾക്ക് എന്ത് ശരീരമോ ബാക്കി എന്തോ കാര്യങ്ങളോ പ്രയോജനങ്ങളോ ഉണ്ടായിട്ട് എന്ത് കാര്യം? അപ്പോൾ ഇവിടെ പറയണം, ഈ ധ്യാനം വളരെയേറെ നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യങ്ങൾക്ക്, ഭാഗ്യനിർഭാഗ്യങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതും സാധിക്കും. അത് വിശ്വാസത്തോടു കൂടിയ യോഗത്തിനെ ആ ബലം കിട്ടുള്ളൂ. വിശ്വാസം വേണം. ഇനി ഇതിനെല്ലാവരും നിലയ്ക്കും പോഷിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് യുക്താഹാര വികാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു. അതാണ് ഇപ്പോൾ ശ്ലോകത്തിലെ വിഷയം. വെറുതെ ധ്യാനിച്ചാൽ പോരാ, മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആഹാരം വേണം. അതെങ്ങനെ വേണം? ഇഷ്ടം പോലെ കഴിക്കുകയല്ല. ചെമ്പിൽ പായസം വെച്ചത് ഗ്ലാസ് കണക്കിന് മുക്കി കുടിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. യുക്ത ആഹാര വിഹാരസ്യ, മിതമായിട്ട് ആഹാരം കഴിക്കുക. ചിലേശം കുറഞ്ഞാലും പ്രശ്നമില്ല എന്നാണ്. തപസ്തികളൊന്നും അധികം ആഹാരം കഴിക്കില്ല. ഒരു കാരണവശാലും അധികം ആവരുത്, അധികം ആവാൻ പാടില്ല. കുറഞ്ഞതൊക്കെ ശരീരം മേക്കപ്പ് ചെയ്തോളും, കൂടിയാൽ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ വളരെ കുറച്ചുകൊണ്ട് പകുതി മാത്രം ആഹാരം എത്രേ ആമാശയത്തിൽ പാടുള്ളൂ. ടോട്ടൽ വലിപ്പത്തിൻ്റെ പകുതി. 1/4 ഭാഗം വെള്ളവും 1/4 ഭാഗം ഒഴിഞ്ഞ് കിടക്കണം. ഇതാണ് ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി. സാത്വികമാവുക. പച്ചക്കറികളോ മോരോ പാലോ മുതലോ ഇട്ടതോ ആക്കും ചെയ്യുക. കഴിയുന്നതും ലഘുഭക്ഷണം ആക്കുന്നത് നല്ലതാണ്. പിന്നെ യുക്തചേഷ്ടസ്യ കർമ്മസു, അതെന്താ വെച്ചാൽ വ്യായാമം. നമ്മുടെ ആരോഗ്യം നന്നാവാൻ 3 ഘട്ടം പ്രധാനമായിട്ടുണ്ട്. പിന്നെ പലതും പറയാം മൈൻഡ്, അതാണ് ഇവിടെ പറയുന്നത് മെഡിറ്റേഷൻ. മൈൻഡ് ശരിയാവാതെ വേറെ എന്ത് ശരിയായിട്ടും കാര്യമില്ല. രണ്ടാമത് ആഹാരം അധികം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വല്പം കുറഞ്ഞാലും അബദ്ധമൊന്നുമില്ല എന്നാണ്. അത് വല്ലാതെ കുറയണമെന്നല്ല, ആവശ്യത്തിന് വേണം. അതിലൊരു ഡിഗ്രി കുറഞ്ഞാലും മേക്കപ്പ് ചെയ്യും, കൂടാൻ പാടില്ല. ആഹാരം. ദെൻ ചേഷ്ടസു, വ്യായാമം വളരെ പ്രധാനമാണ്. വിവിധ രീതിയിലുള്ള വ്യായാമം. പലരും പറയും നടത്തം നല്ലൊരു വ്യായാമം, നടത്തം പോരാ എന്നാണ് ശാസ്ത്രജ്ഞന്മാരും ഇപ്പോഴത്തെ ഡോക്ടർമാരും ഒക്കെ പറയണം. നടത്തം മാത്രം പോരാ. നടത്തം കൊണ്ട് കുറേയൊക്കെ ആവുമെങ്കിലും ഒന്നുമില്ലാത്തതിനേക്കാളും നടത്തം ഭേദമാണെന്നേ ഉള്ളൂ. ഇരുന്നെണീക്കുക, ഒരു 10 പ്രാവശ്യമെങ്കിലും ഇരുന്നെണീക്കുക. 10 പ്രാവശ്യമെങ്കിലും കയ്യെ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. രണ്ടും വേണം. ചമ്രം പടിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുക. ഇതെല്ലാം ശരീരത്തിൻ്റെ വ്യായാമ മുറകളിൽ വളരെ ലഘുവായിട്ടുള്ളതാണ്. ഇനി എത്രയോ കാര്യങ്ങളുണ്ട്. വ്യായാമം ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ ആഹാരവും മൈൻഡ് നിയന്ത്രിച്ചിട്ട് കാര്യമില്ല. വ്യായാമം വളരെ പ്രധാനമാണ് ശരീരത്തെ നിലനിർത്താൻ. അതാണ് യുക്തചേഷ്ടസ്യ കർമ്മസു. കർമ്മസു എന്ന് നമ്മുടെ ടൈം ടേബിൾ, ജീവിതത്തിലൊരു പ്രധാന സമയക്രമം എല്ലാറ്റിനും വയ്ക്കണം. അത് മോഷൻ ആയിക്കോട്ടെ, ശോധന, പല്ല് തേക്കൽ, കുളി, എല്ലാറ്റിനും ഒരു ടൈം ടേബിൾ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരം തന്നെ ഒരു ബയോളജിക്കൽ ക്ലോക്കാണ് എന്നാണ്. ആ സമയത്ത് നമുക്കത് വേണം തോന്നും. അത് വളരെ നല്ലതുമാണ്. സമയത്തിനെ ക്രമീകരിച്ച് നമ്മുടെ ശരീരത്തിന് അനുസരിച്ചിട്ടുള്ള വ്യായാമക്രമവും സമയക്രമവും എല്ലാറ്റിനും വയ്ക്കുക. 9 മണിക്ക് മുമ്പെയാണ് പ്രഭാത ഭക്ഷണം വേണ്ടത്. 12 മണി മുതൽ 1:30 മണി 2 മണി വരെയാണ് ഉച്ചഭക്ഷണം. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൂടാ, കുറച്ചൊക്കെ വരാം, മനുഷ്യനല്ലേ.
ഉച്ചഭക്ഷണം 12 മണിക്ക് മുമ്പേ ആയിക്കൂടാ. 1 മണി നല്ല സമയമാണ്. 1 മണി 2 മണിക്ക് അപ്പുറം പോകരുത് എന്നാണ് അറിവുള്ളവർ പറയുന്നത്. അതാണ് ഉച്ചഭക്ഷണം. പിന്നെ രാത്രി എത്ര നേരത്തെ സാധിക്കുമോ അത്ര നേരത്തെ കഴിക്കണം എന്നാണ്. 10 മണി 11 മണിയൊന്നും അത്താഴത്തിൻ്റെ സമയമല്ല. 7 മണി അസ്തമയമൊക്കെ ഉണ്ട് കഴിഞ്ഞ് സന്ധ്യയ്ക്ക് പാടില്ലല്ലോ. സന്ധ്യയാണ് കഴിഞ്ഞാൽ അപ്പം കഴിക്കണം എന്നാണ്. പണ്ട് പകലൂണെന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, സന്ധ്യയ്ക്ക് മുമ്പേ കഴിക്കും. അത് കുഴപ്പമില്ല, നല്ലതാണ്. അതിലും നല്ലതാണ് സന്ധ്യ കഴിഞ്ഞ ഉടനെ കഴിക്കുക. സന്ധ്യയ്ക്ക് പാടില്ല, ഒട്ടും 7 മണിക്ക് അപ്പുറം പോകരുത് എന്നാണ് പഴയ ചിട്ട. അത് ഉച്ചയ്ക്ക് കഴിക്കുന്നതിൻ്റെ പകുതി ആഹാരേ സപ്പർ പാടുള്ളൂ. അത്താഴം അത്തിപ്പഴത്തോളം പറയും. എന്നിട്ട് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞേ ഉറങ്ങാവൂ. കഴിച്ച ഉടനെ ഇതാണ് യുക്തചേട്ടസ്യ കർമ്മസു എന്നതിൻ്റെ ചെറിയ വ്യാഖ്യാനം കേട്ടോ. അതൊന്നും എവിടെ എത്തുന്ന വ്യാഖ്യാനങ്ങളല്ല. സമയക്രമം വെച്ച് നമ്മുടെ കർമ്മങ്ങൾ നിയന്ത്രിക്കുക. യുക്ത സ്വപ്നാവബോധസ്യ ഉറക്കം. കൃത്യസമയത്ത് കിടക്കുക, കൃത്യസമയത്ത് എണീക്കുക. തോന്നുമ്പോൾ തോന്നിയ പോലെ പാടില്ല. 10 മണിക്ക് കിടന്നു, 5 മണിക്ക് അലാറം വെച്ചു, 4 ദിവസം അലാറം വെച്ചാൽ പിന്നെ അലാറം വേണ്ടി വരില്ല. നമ്മളെ സമയത്ത് അതിന് മുമ്പ് ഉണർന്നിരിക്കും. അതാണ് യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. അങ്ങനത്തെ ഒരാൾക്ക് യോഗം എല്ലാ ദുഃഖത്തെയും ഇല്ലാണ്ടാക്കും. ഇവിടെ പറഞ്ഞ ആദ്യ അശ്നരത്ത് യോഗോസ്തി. അധികം കഴിക്കുന്നവർക്ക് യുഗം ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാത്തവർക്ക് സുഖം ഉണ്ടാവില്ല. രണ്ടും പാടില്ല എന്നർത്ഥം. അത്യശ്നതത്വ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ശരിയല്ല, കൂടുതൽ കഴിക്കുന്നതും ശരിയല്ല. ജാതി സ്വപ്നശീല കട്ടന്ന് ഉറങ്ങുക തന്നെ പാടില്ല. തേച്ച് പകൽ ഉറങ്ങരുത്. നമ്മളതാണ് ഈ സത്സംഗം 2 മണിക്ക് എന്തിനാ വെച്ചത്? 3 മണി മുതൽ ഉറങ്ങിയാൽ മതി. എന്നാലും കിട്ടും 1.5 മണിക്കൂർ, 4:30 വരെയൊക്കെ ചായ. അതിലധികം പകൽ ഉറങ്ങിയാൽ തീർച്ചയായിട്ടും അത് രോഗം വരാനും ഷുഗർ വരാനും കാരണമാവും. അതാണ് അധികം ഉറങ്ങരുത്. ഉറക്കം കുറയാനും പാടില്ല. അപ്പോൾ എല്ലാറ്റിനും അതിൻ്റേതായിട്ട് രീതിയിൽ താളമുണ്ട്, കൃത്യമുണ്ട്. സമയക്രമം വെച്ചാൽ അർജുന സുഖമായി അവനെ ജീവിച്ച് മരിക്കാം. ഇതാണ് ചുരുക്കം. യുക്താഹാരവികാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഒന്നും കൂടി ചുരുക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. ആഹാരം, വ്യായാമം, ഉറക്കം, ഇത് 3 വളരെ പ്രധാനമാണ് ജീവിതത്തിൽ. പിന്നെ മെഡിറ്റേഷനും വേണം. മെഡിറ്റേഷൻ മനസ്സിനെ നേരേക്കാനാണ്. അപ്പോൾ 4 തിരിക്കാം. ഒന്ന് ആഹാരം, വ്യായാമം, ഉറക്കം, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, മൈൻഡിനെ കറക്റ്റ് ചെയ്യാൻ. യുക്താഹാര വികാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.